കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം, ഇത് കലികാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം, ഇത് കലികാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം, ഇത് കലികാലം. കലികാലം, ഇത് കലികാലം. അമ്പോ, ഒരു ബ്രെഡും ഒരു പാക്ക് ബിസ്ക്കറ്റും രണ്ടും പാർസൽ ആയിക്കോട്ടെ. എന്ത് പറ്റി സ്വാമി, രാവിലെ തന്നെ ഒരു പാർസല്? ഭാര്യക്ക് തീരെ സുഖമില്ല. പ്രാതലുള്ള പലഹാരങ്ങള് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇതാവുമ്പോ ചായ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലേലും അത് തന്നെയല്ലേ നിങ്ങള് സ്ഥിരം പണി. എല്ലാം കൂടി ഇപ്പോ എത്രയായി എന്തോ? 32 ഉറുപ്പിയായി. അപ്പോ ഇതും കൂടെ ചേർത്ത് പറ്റിലെഴുതിക്കോളൂ. സ്വാമി, ഇങ്ങനെ പറ്റി മാത്രം തിന്നാല് ഞമ്മക്ക് ജീവിക്കാൻ ഒക്കില്ല കേട്ടാ. അമ്പോ, ദൈവത്തിന് കൃപ കൊണ്ട് എല്ലാം നേരെയാവും. അമ്മേ നാരായണ. ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ്, സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. അല്ല, എന്തിന്നിപ്പോ അങ്ങനെ പറഞ്ഞാല്? മദ്രാസ് മെയില്, ചെന്നൈ മെയില് ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഇത് ബ്ലൂ മെയില. അന്തൂക്ക, ഏതോ 2 പെണ്ണുങ്ങള് ആണുങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് വിളിച്ചോണ്ട് പോയിട്ട്. ഓ എന്റെ അന്തൂക്ക, നിങ്ങൾ ഏത് ലോകത്തായി ജീവിക്കുന്നത്? അതെന്തോ അങ്ങനെ? ഓ എന്റെ അന്തൂക്ക, ആ 2 പെണ്ണുങ്ങള് അവരെ വിളിച്ചോണ്ട് പോയിട്ട്. നീ ഇത് കൊറേ നേരമായില്ല വിളിച്ചോണ്ട് പോന്നു. വിളിച്ചോണ്ട് പോയിട്ട് ബാക്കി പറയാന്ന്. വിളിച്ചോണ്ട് പോയിട്ട് ഷൂട്ട് ചെയ്യല്. ഷൂട്ടാ? എന്ത് ഷൂട്ട്? ഓ 70 വയസ്സായ നിങ്ങളോട് ഞാനത് എങ്ങനെയാ പറയല്? 70 ഞമ്മക്കാ? അത് നിന്റെ ബാപ്പാക്ക്. നാണം കേട്ട ഏർപ്പാട്. എന്റെ അന്തൂക്ക, അത് പുറത്തു വിടുന്നു പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കാനല്ലേ ഈ പണിയെല്ലാം. ഇതിനെയാണ് നമ്മള് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. മാനം വീട്ടും പൈസ ഉണ്ടാക്കുന്ന ജാതികൾ. അന്തൂക്കെല്ലാം ഇനി ഏതെങ്കിലും ബ്ലാക്ക് മെയിലിംഗിൽ പെട്ടിട്ടുണ്ടോന്ന് ആർക്കറിയാം? മോനെ, അന്തൂക്ക ഒരു മെയിലിംഗിലും പോടൂല. അങ്ങനത്തെ പണിക്കൊന്നും ഞമ്മ പോവൂല്ല. ഞമ്മളെ പീളിയിൽ കുത്തി ഇരുന്നിട്ട് നീ ഞമ്മക്കെന്നെ ട്രൗസർ അടിക്ക്. അല്ല മെമ്പറെ, കുറെ കാലായല്ലോ ഈ വഴിക്കൊക്കെ ഒന്ന് കണ്ടിട്ട്. ഓ, അടുത്ത ഇലക്ഷൻ അടുത്തു അല്ലേ? ഈ ഭരണം നടത്തലെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല. ഓരോ തലച്ചൂടല്ലേ ഓരോ ദിവസവും. പിന്നെ നിങ്ങളൊക്കെ ഭരിച്ച് നമ്മളൊരു പരുവത്തിലായി. എന്ത്? ഒന്നുമില്ലേ? അല്ല മെമ്പറെ, ഈ പഞ്ചായത്തിന് കോയിന് കിട്ടുന്ന മറ്റേ ഞമ്മ അപേക്ഷ കൊടുത്തിട്ട് കുറെ കാലായി. ഇതുവരെ ഞമ്മക്ക് കോയില്ല കായുമില്ല. അതെന്താ മെമ്പറെ അങ്ങനെ? അന്തൂക്ക, അതൊക്കെ ഇവർ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വീതം വെച്ച് കൊടുത്തിട്ടുണ്ടാവുന്നേ. വീതം വെച്ച് നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളൊന്നും വലിയ കുടുക്കിൽ പെടാണ്ടിരുന്നാ മതി. ആര്? ഞാനാ? ഓരോ ഒളിക്യാമറക്കും നമ്മളെ കൊടുക്കാൻ കഴിയില്ല മോനെ. ഈ കളി എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നിന്റെ കീശക്ക് കുത്തി ഈ പെന്നില്, നിന്റെ ഈ കുടുക്കില്, നിന്റെ ആ കണ്ണടയില്
എല്ലാം ക്യാമറ വെക്കാനുള്ള തട്ടിപ്പുണ്ടെന്ന് നമ്മക്കറിയാം. നോക്കിയും കണ്ടിട്ടേ നമ്മളെല്ലാം ചെയ്യൂ. കൊച്ചു കള്ളൻ. എന്താ പറഞ്ഞത്? അല്ല, നല്ല ലക്ഷണ മൊത്ത രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞതാണിപ്പ. ആ അന്തൂക്ക, ഞാൻ നിങ്ങൾക്ക് എത്ര പറ്റു തരാനുണ്ട്? അത് കൂട്ടി നോക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവനും വേണ്ടി വരും. എനിക്ക് വേണ്ടിട്ട് തന്നെ ഞാൻ ഒരു പുസ്തകം വേറെ തന്നെ വെച്ചിട്ടുണ്ട്. ആ എല്ലാം കൂട്ടിട്ട് 408 ഉറുപ്പ്യ 50 പൈസ. 408 ഇന്ത്യൻ രൂപ അല്ലേ? ആ അപ്പോ ഒരു ചായയും കൂടി ആവാം. അല്ലടാ, നിനക്ക് ലോട്ടറി മറ്റടിച്ചാ? എടാ ബുദ്ധിജീവി, ഒരു പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നില്ലേ ഒരു ധാരണ ഉണ്ടെന്ന് എനിക്ക്. ഒറ്റ ചായ പറയുന്നു. ഒരു ചായ കുടിക്കാൻ ഈ മെമ്പർക്കാവും. അന്തുക്ക ഒരു ചായ. എടോ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗമേ, നമോവാദം. തന്നെ പോലുള്ള ചക്കരക്കുടത്തിൽ കൈയിട്ട് നിൽക്കുന്ന ഭരണാധിപ വർഗത്തോട് എനിക്ക് പുച്ഛമാണോ? പുച്ഛം. എനിക്കെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് മോനെ, കാണിച്ചരാ. ബുദ്ധി ചായ ഇതാ. അന്തൂക്ക, അപ്പോ ഇതും കൂടി ചേർത്ത് എത്രയായി? ആ ഇതും കൂടെ കൂട്ടിയിട്ട് 415 ഉറുപ്പ്യ 50 പൈസയായി. ആ അപ്പൊ അന്തൂക്ക 415 രൂപ 50 പൈസ അല്ലെ? ഇപ്പം ഈ 50 പൈസ അവിടെ വെക്ക്. തൽക്കാലം എന്റെ ഒരു കവിത കേൾക്ക്. ഇതിന് പൈസ വേണ്ട, ഫ്രീ. എന്റെ കിനാവുകൾ തൂങ്ങിച്ചത്തു, എന്റെ കിനാവുകൾ തൂങ്ങിച്ചത്തു, കറുത്ത ചട്ടിയിൽ വെളുത്ത പല്ല്, കറുത്ത ചട്ടിയിൽ വെളുത്ത പല്ല്, എന്റെ ശവത്തിൽ ഉറുമ്പരിച്ചു, കഴുകൻ കൂട്ടം ആർത്തുചിരിച്ചു, നീലാകാശം വിണ്ടുകീറി, നീലാകാശം വിണ്ടുകീറി, കുറുക്കന്മാർ ഓരിയിട്ടു, കുറുക്കന്മാർ ഓരിയിട്ടു. ആ അന്തൂക്ക, നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ കുറുക്കന്മാർ ഓരിയിട്ടു. ഇനി ഒരു 120 പേരെയും കൂടിയും ബാക്കിയുണ്ട്. ചോദിക്കാൻ മതിയേക്കാ. എനിക്ക് 2 പൈസ നീ എപ്പൊന്ന് തന്നാ മതി. നമസ്കാരം ബുദ്ധി. നമസ്കാരം. അന്തൂക്ക, ആ ഒല്ലേസ് ഇങ്ങോട്ട് എടുക്കൂ. എന്റെ മെമ്പറെ, ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഇങ്ങോട്ടൊന്നും വരലേ ഇല്ലേ? ഗൾഫ് പോയില്ല. നിന്റെ വിരലെന്താ ഉൾപ്പെടാച്ചാ? മോതിര. ഇത് എഴുതി കിട്ടി ഗ്യാരണ്ടി? നീ വല്ല ഉത്സവ പറമ്പിലും പോയാ? എല്ലാവരും ഇടുമ്പം അത് റിങ്, ഞാനിടുമ്പോ മാത്രം അത് ഗ്യാരണ്ടി. തെയ്യത്തിന്റെ അടുത്ത് മേടിച്ചത്. എടാ അരപ്പവനാണ് അരപ്പവൻ, സ്വർണ്ണാണ് സ്വർണം. ഓ, അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ബെരല് ചൂണ്ടലും കൈ ചൊറിച്ചലും ഈ കളി വറ്റ കളിച്ചത്? കനകമെന്ന കപടലോകമേ, ക്യാൻസറായി പടരുന്ന മഹാവ്യാധിയെ, നിനക്ക് പിന്നാലെ വായുന്ന ഈ കേരളം, കഷ്ടം, മഹാകഷ്ടം. അല്ല, നിന്റെ വിരലിലൊന്ന് മോതിര. നിനക്ക് ഏടുന്ന് കിട്ടി ഗ്യാരണ്ടി? നീ തെയ്യത്തിന്റെ അടുത്ത് നേരം മേടിച്ചായിരിക്കും അല്ലേ? എന്റെ അമ്മാമന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായി. ഓൻ എനക്ക് തന്നാണ്. ഓൻ ഒരേ ഒരു നിർബന്ധം, ഇത് എനക്ക് തരണം തരണം തരണം. ഒരേ തവണ എന്റെ കൂടെ നടന്നു ഓടിയിരുന്നു. ഞാൻ വേണ്ട 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 അവന് പലതവണ പറഞ്ഞതാ. എന്നാലും പിന്നെ എന്റെ അമ്മാവന്റെ മോനല്ലേ, അവന്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ തന്നാണ്. അല്ലാണ്ട് ഞാൻ സ്വർണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അമ്മാവനാ? ഏത് അമ്മാവൻ, ഏത് മോൻ? ഞമ്മളറിയാതെ ഏത് അമ്മാണ്ടോ എനിക്കുള്ളത്? ഇത് ഒന്നിക്കിളി നീ ഊരിയെടുത്തത്, അല്ലെങ്കിൽ പൊക്കിയത്. വെറുതെ തോന്നിയാസം പറഞ്ഞാണല്ലോ. പൊക്കല, പൊക്കലെന്ന് വെച്ചാൽ മോഷണം. മോഷണം എന്ന് നമ്മുടെ പാരമ്പര്യത്തിലേ ഇല്ല.
ആ മെമ്പറെ, നമ്മുടെ ഫാമിലി ആരാണെന്നറിയോ? ആരാ? മംഗലശ്ശേരി തറവാട്ടാരാ? ആ മംഗലശ്ശേരി നീലകണ്ഠൻ ആരാണെന്നറിയോ? അതറിയില്ല. എന്റെ അച്ഛനാ. ഞാനിതൊന്നും ആരോടും പറയാൻ പോയില്ല മെമ്പറെ. നല്ല സ്വർണ്ണ മോതിരം ഇട്ട് വന്നതല്ലേ, നമ്മളെ പാർട്ടി ഫണ്ടിലേക്ക് നല്ലൊരു സംഭാവന എഴുതിയാലോ? എഴുതാ, ഒരു മിനിറ്റ്. എനിക്കൊരു 200. ചേഞ്ചില്ല, പിന്നെ എടുക്കാം. എഴുതിക്കോ. കഴിഞ്ഞ 3 കൊല്ലായിട്ട് ഇതന്നെ പറഞ്ഞിട്ട് എഴുതിയ റെസീറ്റിന്റെ കുറ്റി ഇപ്പം കയ്യിലുണ്ട്. ഇനി ആദ്യം എഴുതിക്കോ. അതാരാ വരുന്നത്? ഇൻകം ടാക്സ് ആണെന്നാ തോന്നുന്നത്. ഞാനിപ്പം വരാം. ഒന്ന് മൂത്ര വെച്ചിട്ട് വരാം, പെട്ടെന്ന് വരാം. നിങ്ങൾ പാലേരമുകൾ ജ്വല്ലറിയിലെ ജോലിക്കാരാ? എന്റെ മുകളിൽ പാലേരമുകളിൽ ജ്വല്ലറി. നിങ്ങൾ എന്തെങ്കിലും വല്ലാണ്ട് കിടക്കുന്നത്? ഞങ്ങൾ ഒരാളെ തപ്പി ഇറങ്ങിയതാ. എല്ലാവരും അന്വേഷണത്തിലാണ്. ചിലർ അവനവനെ തന്നെ, മറ്റു ചിലർ അർത്ഥമില്ലാതെ വ്യർത്ഥമായ അന്വേഷണം. എടാ ബുദ്ധി, ഒന്നും മിണ്ടാതിരി. അല്ല, നിങ്ങൾ ആരെ തപ്പിയാ ഇറങ്ങിയത്? പറ. ഞങ്ങൾ ജ്വല്ലറിയിൽ നിന്നും കുറച്ചു മുമ്പ് ഒരു മോതിരം കളവ് പോയിട്ടുണ്ട്. ഒരാൾ മോതിരം മോഷ്ടിക്കുന്നതും മുങ്ങുന്നതും നമ്മുടെ ജ്വല്ലറിയിലെ CCTV ക്യാമറയിൽ പകർന്നിട്ടുണ്ട്. ആ ആളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സൂചനയോ അടയാളോ അങ്ങനെ വല്ലതും ഉണ്ടാ? ഒരു അവലക്ഷണം കെട്ട മുഖമാണ്, പിന്നെ മുഖത്ത് നല്ലൊരു കള്ള ലക്ഷണമുണ്ട്. എടാ ഉൽപ്പോ, നീ എന്നും മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടില്ലേ? നീ ഇങ്ങോട്ട് ഒന്ന് വന്ന് പെട്ടെന്ന് പോവാ, വേമ്പാ. അപ്പോളേ ഞമ്മ നിരീച്ചിരി അത് ഏടുന്ന് അടിച്ചു മാറ്റി വന്നതായിരിക്കുന്നു. എടാ ഉൽപ്പലാച്ചാ, നീക്ക് എന്നെ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഇവൻ തന്നെയല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ കള്ള ലക്ഷണമല്ല അവലക്ഷണം? ഇതാ നോക്ക്. അതെ സാർ, ഇയാള് തന്നെ. മെമ്പർ എന്നിങ്ങനെ പോയതല്ലേ, ഞാൻ വോട്ട് ചെയ്തില്ല. പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, അവര് ഇപ്പിങ്ങ എത്തും. എവിടെ നോക്കിയാലും മോഷണം, എങ്ങോട്ട് നോക്കിയാലും തട്ടിപ്പും വെട്ടിപ്പും. ദൈവത്തിന്റെ സ്വന്തം നാടിപ്പോ കള്ളന്മാരുടെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുക. എന്തിനു പോലീസ്? പോലീസ് നമുക്ക് പോകാം. അരപ്പോ കൃത്യമായിട്ടുണ്ട്. വണ്ടി വിട്, വണ്ടി വിട്, വണ്ടി. മോഷണത്തിന്റെ പുതിയ പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ് ഇപ്പോൾ അഭിനവ മലയാളി. ഭരണരംഗത്തും പൊതുരംഗത്തും ഒക്കെ ഇപ്പോ ഹൈടെക് കള്ളന്മാർ വിലസുന്ന കാലമല്ലേ? എടാ ബുദ്ധിജീവി, നീ ഇപ്പൊ പറഞ്ഞ കാര്യല്ലേ ശരി തന്നെ. ഈ ഒച്ചപ്പാടും ബഹളത്തിന്റെ അടിയിൽ വീട് നിർത്താൻ ഒരു കൊട്ടം മിച്ചറിന്റെ പൈസ വെക്ക്. ഞാനോ? ഞാൻ ആ ടൈപ്പേ അല്ല. എന്ത് ഇല്ലാന്നാ? ഇങ്ങോട്ട് വാ, വന്ന് നോക്കുകള ഹിമാറെ. മോഷണത്തിന്റെ പുതിയ പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ് ഇപ്പോൾ അഭിനവ മലയാളി. ഭരണരംഗത്തും പൊതുരംഗത്തും ഒക്കെ ഇപ്പോ ഹൈടെക് കള്ളന്മാർ വിലസുന്ന കാലമല്ലേ? കണ്ട അന്തൂക്കാന്റെ കടയിലും വെച്ചു പോനെ CCTV. കലികാലം
ഇത് കലികാലം കലികാലം ഇത് കലികാലം കള്ളപ്പറയുടെ കാലം നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം കലികാലം ഇത് കലികാലം കുക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം